നമസ്കാരം. എല്ലാവർക്കും അമാൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുഴിവേലിപ്പടി എന്ന സ്ഥലത്താണ്. ഇവിടുന്ന് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒരു 5.5 കിലോമീറ്ററും അതുപോലെ തന്നെ നമുക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഒരു 2 കിലോമീറ്ററും ദൂരമാണ് ഉള്ളത്. ഞാൻ ഈ വീട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പല ലൊക്കേഷനിലായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീട് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി വിവരങ്ങൾ പറയാം. ഓക്കെ, വരും. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മതിൽ ഇതാണ്. ഇതിൻ്റെ മതിൽ നമുക്കിതിൻ്റെ റോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മീറ്റർ റോഡാണ് കേട്ടോ. ടാറിങ് റോഡിൽ നിന്ന് വന്നിരിക്കുന്ന കട്ട വിരിച്ചിരിക്കുന്ന റോഡാണ്. ഏകദേശം 6 മീറ്ററോളം വീതിയുള്ള റോഡാണ്. റോഡ് ഇങ്ങോട്ട് പോകുന്നു. വേറെ വില്ലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഈ വീടാണ്. ഇതിൻ്റെ മതിലാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഗേറ്റ് ഇതാണ്. ഗേറ്റ് നല്ല വീതിയുള്ള റോഡാണ് കണ്ടോ. 6-6.5 മീറ്ററോളം വീതിയുണ്ട് റോഡിന്. വീടൊന്നും കൂടി കാണിച്ചു തരാം. ഇതാണ് വീട്. നമുക്ക് കോമ്പൗണ്ടിലേക്ക് കയറാം. നമുക്കിവിടെ ഫോർച്ചിൽ ഒരു വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇത്ര സ്പേസ് ഉണ്ട് കേട്ടോ. ഈ വീട് ശരിക്ക് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഈ വീട് ഇരിക്കുന്നത്. നമുക്കിവിടെ ഇത്ര സ്പേസ് ഉണ്ട്. ഇവിടെ LED സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഇവിടെയൊക്കെ ഗ്ലാഡി സ്റ്റോണുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് സിറ്റ് ഔട്ട്. ഇതിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത് സിംഗിൾ പാളിയുടെ നല്ലൊരു ഡോറാണ്. തേക്കാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മറ്റുള്ള മരങ്ങളൊക്കെ ആഞ്ഞിലി, മഹാഗണി അങ്ങനെയുള്ള മരങ്ങളാണ്. നമ്മൾ നേരെ ലിവിങ് റൂമിലേക്കാണ് കയറിയിരിക്കണം. ലിവിങ് റൂമിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസാണുള്ളത്. ഇവിടെയൊക്കെ ഓരോ സിംഗിൾ പാളിയുടെ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. വർക്ക് ഏകദേശം ഫിനിഷായി. കുറച്ച് പെയിൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത്. ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. നല്ല മനോഹരമായ കബോർഡ് വർക്കുകൾ ആണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേസാണ് ഇവിടെ ഈ ലിവിങ് റൂമിൽ. അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് കയറുന്ന ഭാഗത്താണ് ഈ കാണുന്നത്. ഇത് ഡൈനിങ് ഹാളാണ്. ഇവിടെയും നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഇടാനുള്ള സ്പേസ് ഇവിടെയാണ്. ഇവിടെ സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തായിട്ട് നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. നല്ലൊരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴത്ത് 2 ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ബെഡ്റൂം താഴത്ത്, 2 ബെഡ്റൂം മുകളിലാണ്. നല്ല ഡോറൊക്കെ നല്ല ഡോറാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് താഴത്തൊരു ബെഡ്റൂം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിൻ്റെ കബോർഡ് വർക്ക് കണ്ട. വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് ഫുൾ റൂമിൻ്റെ ഫുൾ കബോർഡ് വർക്ക് ചെയ്തേക്കാണ് കണ്ടോ. എല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്.
ഇതാണ് ഇതിൻ്റെ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിനും ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഉണ്ട് മിറർ. ഓക്കെ, അപ്പോൾ താഴത്തെ ഒരു ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് ഓപ്പൺ കിച്ചണാണ് ഇട്ടത്. കണ്ടോ, ഓപ്പൺ കിച്ചണാണ്. നല്ല മനോഹരമായി തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഈ ഭാഗത്ത്. ഇവിടെയും നല്ല കബോർഡ് വർക്കുകളൊക്കെ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫുള്ള് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ചിമ്മിണി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ബ്ലാക്ക് ഗ്രാനൈറ്റാണ് സൈഡിലൊക്കെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ബാക്കിൽ ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. കണ്ടോ, ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. കണ്ടോ, വർക്ക് ഏരിയക്ക് എൻ്റെ മുകളിലൊക്കെ ഇനി വർക്കുകൾ ചെയ്യാനുണ്ട്. ഇവിടെ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്ര സ്പേസ്, ബാക്കിൽ ഇത്ര സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഇവിടെ സ്റ്റെയർ, അപ്പോൾ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഇതുപോലെ തന്നെ നല്ല സീലിംഗ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ള മനോഹരമാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഇനിയുള്ളത് ഇവിടെ ഒരു ചെറിയ റൂമാണുള്ളത്. ഇതാണ് ബെഡ്റൂം, വലിയ ബെഡ്റൂം. അപ്പോൾ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. താഴത്ത് കണ്ട പോലെ തന്നെയുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ ഇതിൻ്റെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായി തന്നെ ആ ഒരു ഭിത്തിയിൽ ഫുള്ള് വാർഡ്രോബ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ താഴെ കണ്ട പോലെ തന്നെയാണ് കേട്ടോ. ഉണ്ടോ, അതുപോലെ തന്നെ മനോഹരമായ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയാണ്. ഇവിടെ ഒരു സെറയുടെ ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ മിറർ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബെഡ്റൂം മുകളിൽ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇതൊരു ചെറിയൊരു റൂമാണ്. നമുക്ക് കണ്ട ചെറിയൊരു റൂമാണ്. ഇവിടെ ഒരു 2 പാളിയുടെ ജനലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ കബോർഡ് വർക്കുകൾ കാര്യങ്ങളും അതുപോലെ തന്നെ ടേബിളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ബാൽക്കണി ഉണ്ടാവും. നേരെ ബാൽക്കണിയിലേക്ക് കയറാം. ഉണ്ടോ, ഒരു ബാൽക്കണിയാണ്.
അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതൊരു വലിയ ബെഡ്റൂമാണ്. വലിയ ബെഡ്റൂമുണ്ട്, നല്ല വലിപ്പമുണ്ട്. വലിയ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാർഡ്രോബ്, ഇതും വലിപ്പമുള്ള നല്ല വലിപ്പമുള്ള വാർഡ്രോബാണ്. സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഇതുപോലെ മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 ബെഡ്റൂമൊക്കെ കണ്ടു, പിന്നെ ചെറിയൊരു റൂം കൂടെ കണ്ടു. ഇനി നമുക്ക് ഇതാണ്, ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്ന ഒരു സ്റ്റെയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇത് മൊത്തം 3 സെൻറ്റ് സ്ഥലമാണ്. 3 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന 3 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് അടങ്ങുന്ന ഈ വീടിനെ ചോദിക്കുന്ന വില 74 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ഇതിവിടെ നമുക്ക് 2 കിലോമീറ്റർ മാത്രമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കൊക്കെ ഒരു 5-6 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ. ഇവിടുന്ന് നമുക്ക് ആലുവയിലേക്കാണെങ്കിലും നമുക്ക് ഒരു 7-8 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.